ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ചാന്ദിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴമാങ്ങ കൊണ്ടൊരു പായസം ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ്. നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കുറച്ച് മിക്സിയിൽ ഇട്ട് കൊടുക്കണം, കുറച്ച് അരിഞ്ഞെടുക്കണം. നമുക്കിതൊന്ന് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അത് മുമ്പ് ഒന്ന് നെയ്യിൽ ഇത് കശുവണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണത്. പല രീതിയിലും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം. എല്ലാവരും നോക്കി ഇതുപോലെ പായസം ഉണ്ടാക്കി മാമ്പഴമുള്ളവരൊക്കെ അടിപൊളി പായസമാണിത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യൊന്ന് താളിച്ചെടുക്കണം. നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മൂക്കട്ടെ കേട്ടോ. ഇത് സ്റ്റവ് ഒന്ന് തീ കുറച്ച് വെച്ചു. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മാമ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുന്തിരിയും കശുവണ്ടിയും എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി പാത്രത്തിലേക്ക് എടുക്കാം. ഇപ്പം എല്ലാം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴയിലേക്ക് ഇടാം. മാമ്പഴമൊന്ന് വഴങ്ങി വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ അരിച്ചെടുക്കണം. ഇനി മാമ്പഴമുള്ളത് നല്ല മാമ്പഴ സീസണല്ലേ. എല്ലായിടത്തും നല്ല മാമ്പഴമുണ്ട്. ഇഷ്ടംപോലെ മാമ്പഴമുണ്ട്. എല്ലാവരും ഇത് അടിച്ച് ടീച്ചറിൽ കയറ്റുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അലവ് ഉണ്ടാക്കാം, വരട്ടി വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം. അപ്പം എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ കൊച്ചു തന്നതാണ് ഈ മാമ്പഴം. അപ്പം ഞാൻ ഇതുകൊണ്ടൊരു മാമ്പഴം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊരു ചെറിയ തീയിൽ ഇവിടെ കിടക്കട്ടെ. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് അടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി അടിച്ചു കൊടുക്കാം. ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇപ്പം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഇളകി വന്നിട്ടുണ്ടല്ലോ. ഇതൊന്നും കൂടി അടിച്ചെടുക്കാം നമുക്ക്. അതെല്ലാം അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൂടാവണം, തിളക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കൂവപ്പൊടി കുറച്ച് മേടിച്ചതുണ്ട് കേട്ടോ. കൂവപ്പൊടിയും കൂടി കൂട്ടി യോജിപ്പിക്കണം. എൻ്റെ ഈ കൂവപ്പൊടി ഈ ടിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൂവപ്പൊടി. ഇവിടെയെങ്കിലും കൂവയില്ല. അപ്പോൾ നമുക്ക് ഈ റെഡിമെയ്ഡാണ് മേടിച്ചേക്കണത്. ഇതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുക്കാം. നല്ലോണം തിളക്കട്ടെ കേട്ടോ. അടിപൊളി പായസമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും പല രീതിയിലും പായസം ഉണ്ടാക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് എടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടി പിടിക്കാതെ ഇളക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിച്ചാൽ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ പാല് കണ്ട ഗുഡ് ലൈഫ്, അതിൻ്റെ ഒരു പാക്കറ്റ് പാല് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് തീ കൂട്ടി വയ്ക്കാം.
ഇനി വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇട്ടാതെ ഇളക്കണം കേട്ടോ. അടി പിടിക്കാൻ പാടില്ല. നമ്മുടെ കയ്യെങ്ങാനും മാറിപ്പോയാൽ അടിയിൽ പിടിക്കും. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ, അധികമായി പോരുത്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കണം കേട്ടോ. ഇനി ഒന്ന് തിളച്ചോട്ടെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ചമണവും എല്ലാ ചൊവ്വയും മാറി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതിലേക്ക് ഇടാൻ പോവുകയാണ്. ഏലക്കയും പഞ്ചസാരയും എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഏലക്ക പൊടിയാൻ വേണ്ടി അതിൽ ചേർത്തതാണ് കേട്ടോ. നല്ലോണം പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇതും കൂടി അങ്ങ് ചേർത്തിട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കാൻ പോവാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് എനിക്ക് തരണേ. ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ്. ഇത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടി ഇതിലേക്ക് തൂവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാമ്പഴപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്താ
പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ.